ലവ് ഫ്രീസ് us ടു വാല്യൂ അതേഴ്സ്. നമുക്ക് സ്നേഹം കിട്ടി നമ്മൾ വളരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഭയങ്കര ഒരു ഫ്രീഡം ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. ആസ് എ ചൈൽഡ് നമ്മുടെ പേരൻസ് നമ്മൾ നന്നായിട്ട് സ്നേഹിച്ചിട്ടില്ല. അപ്പോ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാടായിട്ട് ആഗ്രഹിക്കും. അപ്പോ നമ്മൾ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മേ ബി അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് വേറെ എന്ത് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ, നമ്മൾ കൂടുതൽ സ്നേഹിക്കണം, നമ്മൾ കൂടുതൽ സ്നേഹിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. പക്ഷെ ഒരു പോയിന്റിന് ബിയോണ്ട് ആയിട്ട് എന്നെ കൂടുതൽ അംഗീകരിക്കണം, എനിക്ക് കൂടുതൽ ടൈം തരണം, എന്നെ കൂടുതൽ സ്നേഹിക്കണം, മറ്റുള്ളവരെ കൊടുക്കുന്ന കെയറിനേക്കാളും കൂടുതൽ ഞാനായിരിക്കണം ഇമ്പോർട്ടന്റ്. ഇതൊരു ഒബ്സഷൻ ആയിട്ട് മാറും. ഈ ഒബ്സഷൻ ആയിട്ട് മാറാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫുള്ളി നമ്മുടെ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നമ്മളുടെ ഉള്ളില് ഈ ഒരു സ്നേഹത്തിന് വേണ്ടി ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിൽ നിന്ന് നല്ല അംഗീകാരവും നല്ല സ്നേഹവും നല്ല കരുതലും ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ഫുള്ളി ഫ്രീ ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ പേരൻസ് വളരെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ ഏറ്റവും വാല്യുബിൾ ആണെന്ന് നമുക്ക് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ആരും നമ്മളെ സ്നേഹിക്കണമെന്നോ നമ്മളെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ഒബ്സഷൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താ പറ്റുന്നത്, നമുക്ക് മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും, മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെങ്ങനെയാണോ അവർ ആ രീതിയിൽ അംഗീകരിക്കാനൊക്കെ ഉള്ളൊരു ഗ്രേസ് നമുക്ക് കിട്ടും. അപ്പോ ആസ് എ പേരന്റ്, ഒരു പേരന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്നു, ഇപ്പൊ ഒരു കുഞ്ഞ് കരയുന്നു. ഇപ്പൊ ഒരു 6 മാസമുള്ള ഒരു കുഞ്ഞ് കരയുമ്പോ അമ്മ എന്താ ചെയ്യുക? അമ്മ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ തന്നെ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ഓക്കെ, അപ്പൊ ഓടി ചെല്ലുമ്പോ ഈ കുഞ്ഞിന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഇപ്പൊ ഞാൻ എന്തിനു വേണ്ടി കരഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അറ്റൻഷൻ തരാനായിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അമ്മ ഓടിയെത്തുന്നു, അല്ലെങ്കിൽ അപ്പൻ ഓടിയെത്തുന്നു. അപ്പൊ എപ്പോഴും എന്റെ കരച്ചിലിന് ഒരു റെസ്പോൺസ് ഉണ്ട്, ഒരു അറ്റൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ കൊച്ചു മനസ്സിലാക്കുകയാണ് ദാറ്റ് ഐ എം വാല്യുബിൾ. എന്നെ ആരൊക്കെയോ എനിക്ക് അറ്റൻഷൻ തരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എനിക്കൊരു അറ്റൻഷൻ തരാനായിട്ട് ഒരു വിളിപ്പുറത്ത് എന്റെ അപ്പനും അമ്മയും ഉണ്ടെന്നുള്ളൊരു കാര്യം ഈ കൊച്ചു മനസ്സിലാക്കുന്നു. സെക്കൻഡ് തിങ് ആണ് അഫർമേഷൻ. ഓക്കെ, അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് എപ്പോഴും പറയാണ്, അതായത് നിന്നെ കാണാൻ കൊള്ളില്ല, നീ കുറച്ച് ഇരുണ്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിന്നെ കാണാൻ ഭയങ്കര ഒരു ആവശ്യത്തിനുള്ള ഒരു ബോഡി ഷേപ്പ് ഇല്ല. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കേട്ട് 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 നമുക്ക് എന്താ തോന്നുന്നത്, നമുക്ക് തന്നെ ഒരു നെഗറ്റിവിറ്റി തോന്നില്ലേ? ഓ, എന്നെ കാണാൻ എന്തോ അത്ര ഭംഗി എന്നുള്ള ഒരാളല്ല, എന്നെ കാണാൻ കുറച്ച് ഇരുണ്ടിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ എന്റെ ബോഡി ഷേപ്പ് ഒന്നും അത്ര നല്ലതല്ല. അപ്പൊ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് കയറി വരികയാണ്. ഓക്കെ, എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്ര ഭംഗിയുള്ളൊരു അല്ലെന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നു. ഇത് കയറി വരുന്നത് എങ്ങനെയാ ശരിക്കും? ഇത് മോസ്റ്റ്ലി കയറി വരുന്നത് ആൾക്കാർ പറയുന്നത് കേട്ടാണ് നമ്മളിലേക്ക് ഈ ഒരു തോട്ട് കയറി വരുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഒരു കൊച്ചുണ്ട്, ആ കൊച്ചു കുറച്ച് ഇരുണ്ടിട്ടാണ് കാണാൻ. ഓക്കെ, വലിയ ബോഡി ഷേപ്പ് ഒന്നും കാണില്ല, മേ ബി ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരു കൊച്ചായിരിക്കാം. പക്ഷെ ആ കുട്ടിയുടെ പേരൻസ് ആ കൊച്ചിനെ എപ്പോഴും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ, നീ ആ മറ്റേ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ ഒരു അഫേമിങ് വോയിസ് ആണ് വരുന്നതെങ്കിൽ ആ കുഞ്ഞിന് ഒരിക്കലും തന്റെ ബോഡി ഷേപ്പിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തന്നെ കാണുന്നത് എങ്ങനെയാണെന്നോ ഒന്നും ഒരു നെഗറ്റിവിറ്റി തോന്നത്തില്ല. കാരണം ഒരു കൊച്ചിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആ ഒരു ചൈൽഡ്ഹുഡിൽ പേരൻസ് ആണ്. അപ്പൊ പേരൻസ് പറയുന്ന വാക്കുകൾ അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ അവരത് പൂർണ്ണമായിട്ടും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. കാരണം ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ആ കുഞ്ഞിന് അഫർമേഷൻ കൊടുക്കുന്നത് എപ്പോഴും പേരൻസ് ആണ് ചൈൽഡ്ഹുഡിൽ. അപ്പൊ അവർ പറയുന്ന വാക്കുകളെല്ലാം ഇമ്പോർട്ടന്റ് ആയി ആ കുട്ടി അതൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റത്തെ കാര്യമാണ് അഫെക്ഷൻ. അഫെക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് കൊച്ചിനെ കെയർ ചെയ്യുക, കൊച്ചിന് സ്നേഹം കൊടുക്കുക, കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുക, കുഞ്ഞിന് ഉമ്മ കൊടുക്കുക, ഇതൊക്കെയാണ് അഫെക്ഷൻ കാണിക്കുന്ന പല വഴികൾ. അപ്പോ ഇതെല്ലാം കിട്ടി, അതായത് അറ്റൻഷനും അഫർമേഷനും അഫെക്ഷനും ഒക്കെ കിട്ടി വളരുന്ന ഒരു കുട്ടി പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ എന്ത് പറ്റും, ആ കൊച്ചു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടും ഒരു സ്നേഹം കിട്ടി വളരുന്ന ഒരു കുഞ്ഞായിട്ട് മാറും. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ടാകും, അതായത് ഒരു കുഞ്ഞിന് അപ്പന്റെ സ്നേഹമാണോ അമ്മയുടെ സ്നേഹമാണോ, ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും കടന്നു വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ സ്ക്രീൻ ഒന്ന് മാറ്റുവാണേ.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ജീവിതത്തില് അപ്പനും അമ്മയും രണ്ടു പേരും ഒരുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കാരണം അപ്പൻ കൊടുക്കുന്ന സ്നേഹം അല്ല അമ്മ കൊടുക്കുന്ന സ്നേഹം. കാരണം അമ്മ കൊടുക്കുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനൈൻ ലവ് ആണ്. ഓക്കെ, അതായത് ഒരു സ്ത്രീയുടെ ഒരു ക്യാരക്ടർ എന്നാണ് ഫെമിനൈൻ നേച്ചർ. ഓക്കെ, നേരെ മറിച്ച് ഒരു അപ്പൻ കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരു മാസ്കുലിൻ ലവ് ആണ്. മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്നേഹം, ഒരു സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു സ്നേഹം, അതാണ് ഒരു മാസ്കുലിൻ ലവ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. നമുക്കിപ്പോ ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞ് ജനിച്ചു, അതായത് ഒരു ബേബി ഒരു 2 years ഓഫ് ഏജ്, ഈ ഒരു ഏജില് ആ കുഞ്ഞിന് ആരുടെ സ്നേഹം കിട്ടുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്? അപ്പന്റെ ആണോ അമ്മയുടെ ആണോ? ഓക്കെ, ബോത്ത് മദർ ബോത്ത്. മോസ്റ്റ്ലി ഒരു ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ശരിക്കും ഈ ഒരു പ്രായത്തില് ഒരു കുഞ്ഞിന് കിട്ടേണ്ടത് മോസ്റ്റ്ലി ഒരു മെറ്റേണൽ അറ്റാച്ച്മെന്റ് ആണ്. ഓക്കെ, കാരണം നമുക്കറിയാം ഒരു ബർത്ത് ടു 2 years എന്ന് പറയുന്ന ഒരു ഏജില് കുഞ്ഞ് കൂടുതലും ഡിപ്പെൻഡന്റ് ആവുന്നത് അമ്മയുടെ മേലെയാണ്. ഓക്കെ, കാരണം കുഞ്ഞ് പാല് കുടിക്കുന്നതും കുഞ്ഞിനെ ഉറക്കുന്നതും കൂടുതലും ആ മദറിന്റെ ബോഡിയായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. കാരണം നമുക്കറിയാം ഒരു 6 months വരെയൊക്കെ കുഞ്ഞ് പൂർണ്ണമായിട്ടും ബ്രസ്റ്റ് ഫീഡിങ്ങിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമില് ആ ഒരു മെറ്റേണൽ അറ്റാച്ച്മെന്റ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അറ്റാച്ച്മെന്റ് കിട്ടി വളരുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കൊച്ചിന് എല്ലായിടത്തും ആ കൊച്ചു വളരെ സേഫ് ആണെന്ന് അനുഭവപ്പെടും. ഓക്കെ, ഇത് ചൈൽഡ്ഹുഡിൽ മാത്രമല്ല, ആ കുട്ടി വലുതാകുമ്പോഴും ആ കുട്ടിക്ക് എവിടെ പോയാലും ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ആ കുട്ടിക്ക് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി, ഒരു കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, അതായത് ഈ ഒരു പ്രായത്തില് കുഞ്ഞ് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കരഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മേ ബി ഒരു ആദ്യത്തെ ഒരു 9 months ഒക്കെ കൂടുതലും കൊച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കരച്ചിലൂടെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമില് കുഞ്ഞിന്റെ നീഡ്സ് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? കുഞ്ഞിനെ അറിയാം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റെസ്പോൺസ് കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും കുഞ്ഞറിയാം എനിക്ക് എന്ത് പറ്റിയാലും എന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് എന്റെ അമ്മ എന്റെ അടുത്തുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലൂടെ എന്ത് പറ്റുന്നു? ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, നേരെ മറിച്ച് ഇത് കിട്ടാണ്ടാണ് ഒരു കുഞ്ഞ് വളരുന്നതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനൊരു ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാം. എവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഇത് കിട്ടാതെ വളരുന്നൊരു കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഈ സെഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു റീസൺ കൊണ്ട് നമ്മുടെ ചില അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ ഒരു 0 to 2 years പ്രസന്റ് ആയിരിക്കാൻ പറ്റാത്ത ചില അമ്മമാരുണ്ടാവാം ഇപ്പൊ ഈ സെഷൻ കേൾക്കുന്നതിൽ. അപ്പൊ നമ്മള് ഞാൻ അങ്ങനെ ചെയ്യാനത് കൊണ്ടാണ് എന്റെ കുഞ്ഞിങ്ങനെ ആയത്, അല്ലെങ്കിൽ അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് കുറച്ചുകൂടി ബെറ്റർ ആയതിനെ, അങ്ങനെ അങ്ങനെ കുറെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാം. ഓക്കെ, പക്ഷെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഓക്കെ, നമുക്കിനി അതിനെ പറ്റിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കൻ പ്രേ അബൌട്ട് ഇറ്റ്. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, കാരണം ഒരു കുഞ്ഞിന്റെ അപ്പനും അമ്മയും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കർത്താവിന് അത് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വിശ്വാസത്തോടെ നമുക്ക് ഈ സെഷൻ കേൾക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല ഇപ്പൊ ഒരു കുഞ്ഞിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ റീസൺ കൊണ്ട് മാത്രമാണ് നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്നില്ല ഞാൻ. ഓക്കെ, ഇങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ there are certain ways a child can respond and few of this it is this. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ടും കുഞ്ഞുങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ 0 to 2 years ഞാൻ പറഞ്ഞ ഒരു അറ്റൻഷനും ഒരു അഫർമേഷനും ഒരു അഫെക്ഷനും കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് മീനിങ് ഫുള്ളി കണക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഓക്കെ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്
ഇപ്പൊ നമ്മുടെ ഒരു നോർമൽ വേ ഓഫ് അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ. ഓക്കെ, ഈ നോർമൽ അല്ലാണ്ട് ഒരു ഭയങ്കരമായ ഒരു ഒബ്സെഷൻ, മറ്റുള്ളവരുമായിട്ടുള്ളൊരു അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. ഓക്കെ, മറ്റുള്ള ആൾക്കാർ, വ്യക്തികളുമായിട്ട് മാത്രമല്ല, പീപ്പിളുമായിട്ട്, ആൾക്കാരുമായിട്ട് മാത്രമല്ല, എന്താണ്, തിങ്സുമായിട്ട്, സാധനങ്ങളുമായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റും ഇവര് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അൺമെറ്റ് അറ്റാച്ച്മെന്റ് നീഡ്സ്. ഇപ്പൊ കുഞ്ഞിന് ആ ഒരു പ്രായത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അമ്മയുടെ ഒരു കരുതലാണ്. അത് കിട്ടാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം സെക്സ് അട്രാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് 2 to 4 years. ഓക്കെ, ഈ 2 to 4 years എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ യൂഷ്വലി ചിന്തിക്കുക 2 to 4 yearsലും അമ്മ തന്നെയാണ് ഇമ്പോർട്ടന്റ് എന്നാണ് നമ്മൾ വിചാരിക്കാറ്. കാരണം നമ്മളിപ്പോ ഒരു നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണുന്നത് മോസ്റ്റ്ലി എന്താണ്, ഈ ഒരു പ്രായത്തിലൊക്കെ ഒരു മേജർ ഫിഗർ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അമ്മ തന്നെയാണ്. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല. 2 to 4 years എന്ന് പറയുന്നത് ഫാദേഴ്സ് ഒരു മേജർ റോള് കളിക്കാനുള്ള ഒരു ഏജ് റേഞ്ച് ആണ് 2 to 4 years എന്ന് പറയുന്ന ഒരു ഏജ്. ഓക്കെ, കാരണം എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 0 to 2 yearsല് ഈ കൊച്ചൊരു ബബിളിന്റെ അകത്തായിരിക്കുന്ന പോലെയാണ്. അതായത് അമ്മയും കുഞ്ഞും മാത്രമുള്ള ഒരു ബബിള് പോലെയാണ്. ഓക്കെ, പക്ഷെ ഈ ഒരു 2 years ആയി കഴിയുമ്പോഴത്തേക്കും അപ്പന്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിനെ ഈ ഒരു ബബിളിന്റെ പുറത്ത് കൊണ്ടുവന്ന് പുറം ലോകം കാണിക്കുക. ഓക്കെ, അപ്പോഴാണ് ആ കുഞ്ഞ് ശരിക്കും പുറം ലോകവുമായിട്ടൊരു ഇന്ററാക്ഷനിലേക്ക് വരുന്നത് ഒരു 2 to 4 yearsല്. അപ്പൊ ഇതിന്റെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പന്മാർക്കാണ്. അപ്പൊ അപ്പന്മാരാണ് കുഞ്ഞിനെ ആ ഒരു 2 to 4 yearsല് ആ ഒരു ബബിളിന്റെ പുറത്ത് കൊണ്ടുവന്ന് ആ ഒരു പുറം ലോകം കാണിച്ച് കുട്ടീനെ ഇന്ററാക്ട് ചെയ്യാനും കുട്ടീനെ കൂടുതൽ അഫോം ചെയ്യാനൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു 2 to 4 yearsല് ആ കുഞ്ഞിന് വേണ്ട ഒരു ശ്രദ്ധയും ഒരു കരുതലും ഒക്കെ ഒരു അപ്പൻ കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വളർന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഭയങ്കര ഹെൽത്തി ആയിട്ട് ആ കുഞ്ഞ് ചൈൽഡ്ഹുഡിലേക്ക് കടന്നു ചെല്ലും. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോ ഒരു എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പെൺകുട്ടിയാണുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പെൺകുഞ്ഞിന് ഒരു 2 years ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അപ്പന് ആ മോൾക്ക് വേണ്ട ഒരു കരുതലും ആ ഒരു ടൈമും കാര്യങ്ങളൊന്നും കൊടുക്കാതിരുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കാര്യമാണ്. അതായത് അപ്പന്മാര് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ട്, എന്നാൽ കുട്ടികളുടെ ഇമോഷണൽ നീഡ്സിന് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ട്രെൻഡ് ആണ്. അതായത് അപ്പൻ വീട്ടിൽ പ്രസന്റ് ആണ്, ഫിസിക്കലി പ്രസന്റ് ആണ്, പക്ഷെ മെന്റലി ആള് വീട്ടിൽ പ്രസന്റ് അല്ല. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു പെൺകുട്ടിയാന്ന് വിചാരിക്കുക. അപ്പൊ ഈ കൊച്ച് അപ്പന്റെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മേ ബി സോഫയിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. സോഫയിൽ നിന്ന് ഇങ്ങനെ ചാടുന്നു, കസേരയിലേക്ക് എടുത്ത് ചാടുന്നു, ടേബിളിലേക്ക് എടുത്ത് ചാടുന്നു, താഴത്തേക്ക് ചാടുന്നു. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ കുഞ്ഞിനെ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്. ഓക്കെ, പക്ഷെ അറ്റൻഷൻ കിട്ടാതെ പകരം അപ്പം പറയുന്നത് താഴെ ഇറങ്ങി, എന്തിനാ അവിടെ കയറി നിൽക്കുന്നത്, താഴെ ഇറങ്ങ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒരു റിപ്പീറ്റഡ് സൈക്കിളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, കുഞ്ഞും വിചാരിച്ചു തുടങ്ങും എന്റെ എന്തൊരു മിസ്റ്റേക്ക് കാരണമാണ് അപ്പൻ എനിക്ക് അറ്റൻഷൻ തരാത്തത്. ഓക്കെ, അപ്പോ അങ്ങനൊരു തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കൊച്ചിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡീപ്പ് ഷെയിം. ഓക്കെ, ഒരു ഡീപ്പ് ഷെയിമാണ് ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഈ ഷെയിം എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചു ചിന്തിക്കുകയാണ്, എനിക്ക് എന്റെ അപ്പന്റെ ഒരു വാത്സല്യം കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അപ്പൻ എനിക്കൊരു അറ്റൻഷൻ തരുന്നില്ലല്ലോ. അപ്പോ എന്തോ പ്രശ്നമുണ്ട്, എനിക്കെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് കിട്ടാത്തത്. ഓക്കെ, അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്ന് വിചാരിച്ച ഒരു ഡീപ്പ് ഷെയിമാണ് കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാനോ അതല്ലെങ്കിൽ ഞാൻ ഡീപ്പ് ഷെയിം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു എബിലിറ്റി, ഒരു കപ്പാസിറ്റി ആ കുഞ്ഞിനില്ല. പക്ഷെ ഒരു ഡീപ്പ് ഷെയിം എവിടെയോ കുഞ്ഞിന്റെ ഉള്ളിൽ കടന്നു കയറുന്നു. ഓക്കെ, അപ്പോ ഗേൾസിന്റെ കേസിലാണെങ്കിൽ അവർ ഭയങ്കര ഡിസ്എംപവേർഡ് ആവും. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രെങ്തിൽ വളർന്നു വരേണ്ട ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഡിസ്എംപവേർഡ് ആകും. ഓക്കെ, ഇതൊരു ആൺകുട്ടിയാണെങ്കിൽ മറിച്ച് ആ ക്വസ്റ്റൻ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൻ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ മോസ്റ്റ്ലി എന്തായിരിക്കും ചെയ്യുക, അമ്മയുടെ അടുത്ത് പോവുക. അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ അറ്റൻഷൻ കിട്ടി, അമ്മയുടെ അഫെക്ഷൻ കിട്ടി, അമ്മയിലേക്ക് തന്നെ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് വരാനുള്ള ഒരു ചാൻസ് ആണ് ഓവർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫെമിനിൻ നേച്ചർ. ഓക്കെ, ഇപ്പൊ നമ്മളാണെങ്കിലും ചില ആൺകുട്ടികൾ കണ്ടിട്ടുണ്ടാകാം, അവർ ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും അല്ല, അവർ നോർമൽസ് ആണ്, പക്ഷെ അവര് സംസാരിക്കുമ്പോഴും അവര് ചെയ്യുന്ന രീതികളിലും ഒക്കെ കൂടുതൽ ഒരു ഫെമിനിൻ നേച്ചർ ഉണ്ടാകും. അവരുടെ ബോഡി ലാംഗ്വേജ് കുറെ കൂടി ഒരു ഫെമിനിൻ നേച്ചർ ആയിരിക്കാം.
ഓക്കെ. അപ്പോൾ അതിനുള്ള ഒരു റീസൺ ഞാൻ പറയുകയാണ് വീണ്ടും, ഇതൊക്കെ വൺ ഓഫ് ദ റീസൺസ് ആണ്. ഇത് കാരണം മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ദിസ് ഇസ് വൺ ഓഫ് ദ റീസൺ. ഓക്കെ, ഇങ്ങനെ സംഭവിക്കാനുള്ള വൺ ഓഫ് ദ റീസൺസ് ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ ഒരു 5 to 11 ഇയേഴ്സ്. ഓക്കെ, ഈ 5 to 11 ഇയേഴ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സെയിം സെക്സ് ഫ്രണ്ട്സ്. ഓക്കെ, അതായത് ഇപ്പൊ ഗേൾസിനാണെങ്കിൽ കൂടുതലും ഈ ഒരു 5 to 11 ഇയേഴ്സിൽ ഉണ്ടാവുക സെയിം സെക്സ് ഫ്രണ്ട്സ്. ഓക്കെ, ഗേൾസിന് ഗേൾസ് ആയിരിക്കും ഉണ്ടാവുക, ബോയ്സിന് ബോയ്സ് ആയിട്ടായിരിക്കും കൂടുതലും ഫ്രണ്ട്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മള് എല്ലാരും നമ്മളെ ഗ്രൂപ്പിൽ കൂട്ടുന്നു. ഓക്കെ, ഒരു പെൺകൊച്ചുണ്ട്, ആ കൊച്ചിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ആ കുട്ടിയുടെ ഫ്രണ്ട് ആവാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കൊച്ചിന് എന്താ തോന്നുക, ഒരു ഭയങ്കര എന്താ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ തോന്നും ഞാൻ എന്തൊക്കെയാണ്, ഓക്കെ, ഐ എം സംതിങ് കംപ്ലീറ്റ് വിത്തിൻ മൈ സെക്സ്, അതുകൊണ്ടാണ് എല്ലാവർക്കും എന്നെ ഫ്രണ്ട് ആക്കാനൊക്കെ ഉള്ള ഒരു ഇഷ്ടമുള്ളതെന്ന് തോന്നി തുടങ്ങും. ഓക്കെ, നേരെ മറിച്ച് എല്ലാവരും ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി നിർത്താണ്. ഓക്കെ, നീ വേണ്ട, നീ ഞങ്ങളുടെ കൂടെ കൂടണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ കൊച്ചിന് തന്നെ തോന്നും എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, അതാണ് ആരും എന്നെ കൂട്ടാത്തെ എന്ന് ഉള്ളൊരു തോട്ട് വന്നു കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ സെയിം സെക്സ് ഫ്രണ്ട്സിന് ഒരു വലിയൊരു റോള് പ്ലേ ചെയ്യാനുണ്ട് ഈ ഒരു പ്രായത്തില്. ഓക്കെ, അപ്പൊ സെയിം സെക്സ് ഫ്രണ്ട്സ് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ജെൻഡർ ആഡിക്വസി ഫീൽ ചെയ്യും. ഞാൻ എന്തൊക്കെയാണ്, എന്റെ ജെൻഡറിൽ ഞാൻ കംപ്ലീറ്റ് ആണ് എന്നുള്ളൊരു ഒരു കാര്യം അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോ ഇങ്ങനെ ഫുള്ളി ആ ഒരു ആഡിക്വസിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അതൊരു പ്രിപ്പറേഷൻ ആണ് അവർക്ക് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് റിലേറ്റ് ചെയ്യാനും ഓപ്പോസിറ്റ് സെക്സുമായിട്ട് സംസാരിക്കാനും കംഫർട്ടബിൾ ആകാനൊക്കെ ഉള്ള ഒരു ഇന്റഗ്രേഷനിൽ അവരിങ്ങനെ വളർന്നു വരികയാണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ സഫീഷ്യന്റ്ലി ഇന്റഗ്രേറ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജെൻഡർ ആഡിക്വസി കിട്ടുന്നില്ല. കാരണം അവരൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുവാണെങ്കിൽ സെയിം സെക്സ് അട്രാക്ഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ കുട്ടികളിൽ. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു റീസൺ ഇതായിരിക്കും. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ക്ലാസ്സിലുള്ള എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നു, ആരും എന്നെ കൂടെ കൂട്ടുന്നില്ല. നേരെ മറിച്ച് വേറൊരു കുട്ടിയുണ്ട്, അവളെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഓക്കെ, എല്ലാവർക്കും അവളുടെ ഗ്രൂപ്പിൽ കൂട്ടാനും എല്ലാവരുടെയും ഫ്രണ്ട് ആക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടി. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോ എന്റെ ഈ ഒരു കുറവിനെ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഈ ക്ലാസ്സിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഈ പെൺകുട്ടിയായിട്ടായിരിക്കും ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്, എനിക്ക് അവളെ പോലെ ആയി മാറും. ഓക്കെ, അവളെ പോലെയുള്ള ഒരാളാവണം, അല്ലെങ്കിൽ അവളെ എനിക്ക് ഫ്രണ്ട് ആക്കണം. ഓക്കെ, അപ്പോ അതായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ഡിസയർ, അവളെ പോലെ ആവണം, അവളെ പോലെ സ്മാർട്ട് ആവണം എന്നുള്ളൊരു ഡിസയറിലായിരിക്കും വളർന്നു വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഡിസയർ, ഓക്കെ, നമ്മളിപ്പോ ചെറിയ കുട്ടികളായിരിക്കുമ്പോ 5 to 11 ഇയേഴ്സിലായിരിക്കുമ്പോ ഇതൊരു നോർമൽ ഒരു ഡിസയർ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഞാനിപ്പോ ഒരു 13 ഇയേഴ്സ് ഞാൻ പ്യൂബർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ ഒരു ഇൻഅഡിക്വസി, എന്റെ ഈ ഒരു ഡിസയർ സെക്ഷുവലൈസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സെക്ഷുവലൈസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെ ആ കുട്ടിയിലേക്ക് നോക്കുന്നത് അവളൊരു അട്രാക്ഷനോടെ ആയിരിക്കും നോക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് അവളെ പോലെ ആകണം, അവളുടെ ഒരു ക്യാരക്ടേഴ്സ് വേണം എന്നുള്ളൊരു രീതിയിലായിരിക്കും. പക്ഷെ പിന്നെ ഞാൻ ആ കുട്ടീനെ നോക്കി തുടങ്ങുമ്പോൾ ഞാനൊരു സെക്ഷൽ കണ്ണുകളോടെ ആയിരിക്കാം ആ കുട്ടിയെ നോക്കി തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഏജിലാണ് യൂഷ്വലി കുട്ടികൾ ചൈൽഡ് സെക്സ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ തമ്മിൽ തന്നെ ഒരു സെക്സിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുന്ന പോലെ കളിക്കുന്നു. ഓക്കെ, പിന്നെ പൊണോഗ്രഫിയിലേക്കുള്ള എക്സ്പോഷറും യൂഷ്വലി നടക്കുന്ന ഒരു ഏജ് ആണ് 5 to 11 ഇയേഴ്സ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ കുട്ടികൾ ഭയങ്കര വലുതായിട്ടൊന്നും അല്ല പൊണോഗ്രഫിയിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നത്, വളരെ ചെറുതാണ്. ഈ ഒരു പ്രായത്തിലൊക്കെയാണ് യൂഷ്വലി അവര് പൊണോഗ്രഫിനോട്, ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സും റിസർച്ചും വെച്ച് പറയുന്നത് ഈ ഒരു ഏജിലാണ് അവർ പൊണോഗ്രഫിയോട് എക്സ്പോസ്ഡ് ആകുന്നത്. യൂഷ്വലി കുട്ടികളെ സെക്ഷൽ അബ്യൂസ്, ഓക്കെ, അഡൾട്ട്സിൽ നിന്ന് സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വരുന്ന ഒരു ഏജും കൂടിയാണിത്. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളും കൂടി ഈ പ്രായത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഈ കുട്ടിയുടെ ഷെയിം കൂട്ടാൻ കൂടുതലായിട്ട് ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, കാരണം ഒരു കുട്ടീനെ സെക്ഷൽ അബ്യൂസ്ഡ് ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പൊണോഗ്രഫിക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ, ചൈൽഡ് സെക്സ് പ്ലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോൾ വീണ്ടും ഒരു ഡീപ്പ് ഷെയിം അവരുടെ ഉള്ളിലേക്ക് കടന്നു കയറുകയാണ്. ഓക്കെ, വീണ്ടും അവർക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ഇൻഅഡിക്വേറ്റ് ആണ്, എനിക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ട് എന്നുള്ളൊരു തോട്ട്, ആ ഒരു ഷെയിം അല്ലെങ്കിൽ ആ ഒരു കള്ളം അത് വീണ്ടും ആഡ് ഓൺ ചെയ്യാണ് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ 12 to 17 ഇയേഴ്സ്. 12 to 17 ഇയേഴ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇപ്പൊ ഈ ഒരു നമ്മൾ കണ്ടു, ഇപ്പൊ ഒരു 11 ഇയേഴ്സ് വരെ ആ ഒരു ഫുള്ളി ഇന്റഗ്രേറ്റഡ്
ടീനായിട്ട് ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ആ കുട്ടി വളർന്നു വരുന്നത്. അതായത് കറക്റ്റ് ഏജസിൽ അപ്പന്റെ അഫർമേഷൻ, അമ്മയുടെ അഫർമേഷൻ എല്ലാം കിട്ടി വളരുവാണെങ്കിൽ ആ കുട്ടി ഭയങ്കര വെൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് വളർന്നു വരുന്നത്. ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് മറ്റുള്ളവരെ അറിയാനും മറ്റുള്ളവരോട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള സ്കിൽസും നല്ലൊരു രീതിയിലെല്ലാം നോക്കി കാണാനുള്ള ഒരു ഇതോടെയാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത്. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഈ ഒരു ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആയിട്ടല്ല, മേ ബി ഒരു അബ്യൂസിലൂടെ കടന്നുപോയി, പോണോഗ്രഫി എക്സ്പോസ്ഡ് ആയി, ചൈൽഡ് സെക്സ് പ്ലേയോട് എക്സ്പോസ്ഡ് ആയി, അല്ലെങ്കിൽ അപ്പന്റെ ഇൻഫർമേഷൻ കിട്ടിയില്ല, അമ്മയുടെ ഇൻഫർമേഷൻ കിട്ടിയില്ല, ഇങ്ങനെയാണ് ആ കുഞ്ഞ് കടന്നു വരുന്നതെങ്കിൽ എന്താ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടി ഒരുപാട് ആരുടെയെങ്കിലും ഒക്കെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യേൺ ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രായമാണ്. ഒരുപാട് ഇങ്ങനെ ഒരു ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു പ്രായമാണ് ഒരു 12 to 17 ഇയേഴ്സ്. കാരണം നമുക്കറിയാം ഈ ഒരു ഏജിലാണ് കുഞ്ഞുങ്ങൾ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർ ആ അഡോളസൻസിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഈ ഒരു ഡിസയർ, അവർ കിട്ടാതെ പോയ സ്നേഹവും കാര്യങ്ങളൊക്കെ സെക്ഷുവലൈസ്ഡ് ആയി മാറും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇന്ന് എനിക്ക് തോന്നുന്നു അജയുടെ സെഷനിൽ ഒരുപാട് നിങ്ങൾ അറിഞ്ഞിരുന്നു, LGBTQ പറ്റി ഒരുപാട് അറിഞ്ഞിരുന്നു. അപ്പൊ ഈ LGBTQ ഞാൻ ഒരു സ്റ്റഡിയുടെ ബേസിസിൽ പറയാം. അതായത് 2012 ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ബാക്ക് 100 ഇയേഴ്സിലേക്ക് അവർ സ്റ്റഡി ചെയ്തു. ഒരു റിസർച്ച് സ്റ്റഡി ആയിരുന്നു. അവരെന്തിനാ സ്റ്റഡി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ 100 വർഷങ്ങളിൽ എന്തോരം കുട്ടികള് അവര് ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ സ്റ്റഡി ചെയ്തത്. അപ്പൊ ഈ സ്റ്റഡിയുടെ ഫൈൻഡിങ്സ് ഇങ്ങനെയായിരുന്നു. അതായത് there were few boys, കുറച്ച് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, അവർ ട്രാൻസ്ജെൻഡർ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്ത് അവർ ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ ഈ കഴിഞ്ഞ 100 വർഷങ്ങളിൽ ഒരു പെൺകുട്ടി പോലും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു വന്നിട്ടില്ല. അതായത് ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് ഒരു ഇവര് പഠിച്ചത് സ്കൂൾ കുട്ടികളിലാണ്, ഒരു കംപ്ലൈന്റ് പറഞ്ഞു വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അവര് പിന്നെ പഠിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് പിന്നെ ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണ്ടേ? കാരണം ഇത് 100 വർഷത്തിൽ കാണാതിരുന്ന ഒരു ഫിനോമിന പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓക്കെ, അപ്പൊ അങ്ങനെ അവർ പഠിച്ചപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്, അതായത് അതായത് ഇന്നത്തെ മീഡിയ എക്സ്പോഷർ, ഓക്കെ, ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ എക്സ്പോഷർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് എപ്പൊ നമ്മളിപ്പോ ഒരു റീൽസ് എടുത്ത് നോക്കുവാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രേസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് LGBTQ. ഓക്കെ, അപ്പൊ LGBTQ ഇത്രയും പ്രൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് കുഞ്ഞുങ്ങൾ LGBTQ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറ്റുന്നത്? അവരൊക്കെ ഒരു ലൈം ലൈറ്റിലാണ്. എല്ലാവരും ഇവളൊരു ലെസ്ബിയൻ ആണോ, അല്ലെങ്കിൽ ഇവനൊരു ഗേ ആണോ, ഇവനൊരു ട്രാൻസ്ജെൻഡർ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും അവരെ പറ്റി കൂടുതൽ അറിയുവാനും ഓക്കെ, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ലൈം ലൈറ്റിൽ നിന്ന് ഭയങ്കര ഒരു കാര്യം സംഭവം നടന്ന പോലെയൊക്കെയാണ് അവർ നോക്കി കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടീനേജിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതുപോലൊരു ലൈം ലൈറ്റിലായിരിക്കാനാണ് ടീനേജേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്നത്. ഒരുപാട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ LGBTQ എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര അട്രാക്റ്റീവായി മാറുന്നവർക്ക്, കാരണം ഒരുപാട് അറ്റൻഷൻ കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്നാണെങ്കിൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ്, അതായത് ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് പറയാണ് LGBTQ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ യൂഷ്വലി അഫേം ആണ് ചെയ്യാറ്. കറക്റ്റ് ആണ്, കുറച്ച് പറഞ്ഞത് കറക്റ്റ് ആണ്. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, നീ മറ്റു ജെൻഡർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റ്. ഓക്കെ, അപ്പൊ അതിനെ അഫേം ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഇപ്പൊ നമുക്ക് സൈക്കോളജിസ്റ്റിന് ഇതിൽ നിന്ന് നടക്കുന്നത് കൊണ്ട് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിങ്ങനെ LGBTQ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ സെൻസിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയാണ്, അവന്റെ പേര് ആരൻ എന്നാണ്. അപ്പൊ അവന് 2 എൽഡർ ബ്രദേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ എൽഡർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി എപ്പോഴും ഒരു കോമ്പാറ്റീവ് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് സ്റ്റൈലാണ് അവരുടേത്. ഓക്കെ, അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് വന്ന് അടിയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇവൻ കുഞ്ഞായതുകൊണ്ട് അവരെ ചെറുത്ത് നിൽക്കാൻ പറ്റാറില്ല. ഇവന് അത്രയധികം നന്നായിട്ടൊന്നും കോമ്പാറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അപ്പൊ ഇവന് അത്ര ഇഷ്ടപ്പെടാറില്ല. കാരണം എപ്പോഴും ഇവരൊരു സ്നേഹത്തോടെയല്ല ട്രീറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു പവറിന്റെ ബേസിസിലാണ് ട്രീറ്റ് ചെയ്യുന്നതും. അതും എപ്പോഴും ഇവൻ ജയിക്കാറില്ല ഇവരുടെ കൂടെ കമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവന് തന്നെ ഒരു അൺവേർതിനെസ് ഫീൽ ചെയ്യാണ്. ഇവന്റെ ഈ ഒരു ഐഡന്റിറ്റിയിൽ ഇവനൊരു അൺവേർതിനെസ് ഫീൽ ചെയ്യാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ ഇവന്റെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി എന്ന് പറയുന്നത് ഇവന് ഭയങ്കര കരുതലോടെയും ഭയങ്കര സ്നേഹത്തോടെയുമാണ് ഇവന് ട്രീറ്റ് ചെയ്യാറ്.
അപ്പൊ ഇവൻ കൂടുതലും ചേച്ചിയായിട്ടാണ് അറ്റാച്ച്ഡ്. കാരണം ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം വളരെ പീസ്ഫുൾ ആണ്, നല്ല സമാധാനമായിട്ട് കളിക്കാം. ചേച്ചിയാണെങ്കിൽ കൂടെ കൂട്ടുകയും ചെയ്യും, ടോയ്സ് ഒക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഭയങ്കര സമാധാനമായിട്ട് കളിക്കാൻ പറ്റുന്നു. അപ്പൊ ഇവന് ചേച്ചിയുടെ കൂടെയാണ് അവൻ കുറെ കൂടി കംഫർട്ടബിൾ ആയി മാറുന്നത്. ഓക്കെ. ഇതേ സമയത്താണെങ്കിൽ ഇവന് ആർട്ടും അക്കാഡമിക്സും ഭയങ്കര ഇഷ്ടമാണ്. ഇവന് പടം വരയ്ക്കാനും ചിത്രം വരയ്ക്കാനും ഇങ്ങനെ ഇപ്പൊ എന്താ ക്രാഫ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവന് അക്കാഡമിക്സും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പക്ഷെ ഒരു ദിവസം ഇവൻ ഇങ്ങനെ എന്തോ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്റെ അപ്പൻ കയറി വരികയാണ്. എന്റെ അപ്പൻ കയറി വന്നിട്ട് ഇവനോട് പറയുകയാണ്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ബോയ്സ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, ഇത് ഗേൾസ് ആണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാറ്, അല്ല ഇത് ബോയ്സ് ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ അപ്പൻ ഇന്നേ നേരം ആരന്റെ ജീവിതത്തിൽ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കുട്ടിയുടെ ഐഡന്റിറ്റി അഫേം ചെയ്യുന്നത് കുട്ടിയുടെ പേരൻസ് ആണ്. ഓക്കെ. ഞാൻ പറഞ്ഞു മുമ്പും, ഒരു കുട്ടി, ആ കുട്ടി ഭംഗിയുണ്ടോ കുഞ്ഞിനെ കാണാൻ, അല്ലെങ്കിൽ യു ആർ ബ്യൂട്ടിഫുൾ, ഓക്കെ, യു ആർ സ്മാർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേരൻസിന്റെ വായെന്ന് കേൾക്കുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും അഫേംഡ് ആവുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ ഇപ്പൊ ആരന്റെ ജീവിതത്തിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൻ ആരന്റെ ഐഡന്റിറ്റിയെ അഫേമും ചെയ്തില്ല, നേരെ മറിച്ച് അവൻ ആ ഐഡന്റിറ്റിയിലേക്ക് ബിലോങ് ചെയ്യുന്നില്ല എന്ന് കൂടി പറഞ്ഞു. ഓക്കെ. അപ്പൊ ആരന്റെ പപ്പ വന്നിട്ട് പറയാണ്, അതായത് ഓ അടിപൊളിയായിട്ട് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇത്, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ആരൻ എന്താ ഫീൽ, ആരൻ കുറച്ചും കൂടി കോൺഫിഡന്റ് ആകും. ഓക്കെ. പക്ഷെ ഇവിടെ അപ്പൻ വന്ന് പറയാണ്, നീ എന്താ ചെയ്യുന്നത്, ഇത് ബോയ്സ് ചെയ്യുന്ന കാര്യമല്ലല്ലോ, ഇത് ഗേൾസ് അല്ലേ ഇത് ചെയ്യാറ്. അപ്പൊ ആരന്റെ ഐഡന്റിറ്റി തന്നെ അവിടെ ക്വസ്റ്റ്യനിൽ വരികയാണ്. ആരൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ ഐഡന്റിറ്റിയിൽ കംപ്ലീറ്റ് അല്ലേ, അതുകൊണ്ടാണോ അപ്പൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ. ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആരനില്ലായിരിക്കാം, പക്ഷെ ഡീപ് വിത്തിൻ ആരന്റെ ഒരു ഐഡന്റിറ്റി അപ്പൻ അഫേം ചെയ്യാതെ, അത് ബ്ലസ് ചെയ്യാതെ, അതിന് നേരെ മറിച്ച് നീ ആ ഐഡന്റിറ്റിയിലേക്ക് കംപ്ലീറ്റ്ലി ബിലോങ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ആരന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഓക്കെ. ഇത് ഭയങ്കരമായിട്ട് ആരനെ എഫക്ട് ചെയ്തു. ആരന് ഭയങ്കരമായിട്ട് ഇന്നാഡിക്വേറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്കറിയാം ആരന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം, അതായത് ഈ ബ്രദേഴ്സ് എപ്പോഴും ആരന്റെ കൂടെ ഇങ്ങനെ കമ്പീറ്റ് ചെയ്ത് ആരനോട് എപ്പോഴും തല്ലുകൂടെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോ ആരന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ് ഈ മാസ്കുലിൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ. അതൊരു ഭയങ്കര ഹാർഷ് ആയിട്ടുള്ളൊരു നേച്ചറാണ്. ഓക്കെ. കാരണം അവൻ കാണുന്നത് അതാണ്, അവന്റെ വീട്ടിൽ അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പൊ അവൻ അതിന് ഇക്വേറ്റ് ചെയ്യുന്നത് മാസ്കുലിൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. ഓക്കെ. നേരെ മറിച്ച് ഫെമിനൈൻ നേച്ചർ, അവന്റെ ചേച്ചിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അമ്മയുടെ ഒരു ക്യാരക്ടർ, അവർ ഫെമിനൈൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറും ഭയങ്കര കമ്പാഷനും. അപ്പൊ അവനൊരു അതിനോടൊരു ഒരു പ്രത്യേക പുള്ളുണ്ട്, കാരണം അത് അവനൊരു ഭയങ്കര നല്ലൊരു നേച്ചറായിട്ട് തോന്നുന്നു. ഇതേ സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആരൻ ഒരു ദിവസം ചേച്ചിയുടെ കൂടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അപ്പൊ ചേച്ചിയുടെ കൂടെ ഡോളൊക്കെ വെച്ച് കളിക്കുമ്പോൾ പെട്ടെന്ന് ആരന്റെ ഫ്രണ്ട്സ് കയറി വന്നു. ഫ്രണ്ട്സ് കയറി വന്നപ്പോ അവര് കാണുന്നത് എന്താണ്, ആരൻ ഡോൾ വെച്ച് കളിക്കും. പിന്നെ അവരത് കുറെ കളിയാക്കി, ആരൻ നീ ഒരു പെണ്ണാണോ ഇതൊക്കെ ചെയ്യാനായിട്ട്, നീ പെണ്ണാന്ന് തോന്നുന്നു, അതുകൊണ്ടല്ലേ നീ ഡോളൊക്കെ വെച്ച് കളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഷെയിം ആരന്റെ ഹൃദയത്തിലേക്ക് ആഡ് ഓൺ ചെയ്തു. ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്താ സംഭവിച്ചത്, ആരൻ ഈ ഒരു മാസ്കുലിൻ നേച്ചറിനെ ഹെയ്റ്റ് ചെയ്ത് തുടങ്ങി. ആരന് മെയിൽനെസ് അല്ലെങ്കിൽ അവനോട് തന്നെ ഒരു വെറുപ്പ് തോന്നി തുടങ്ങി. ഓക്കെ. പിന്നെ നമുക്കറിയാം ആരന്റെ ജീവിതത്തില് ആരന്റെ പപ്പ ഒരു സ്ട്രോങ് പ്രസൻസ് അല്ലായിരുന്നു എന്ന് വിചാരിക്കും. സ്ട്രോങ് പ്രസൻസ് അല്ലായിരുന്നു, കൂടുതലും ജോബുമായിട്ടായിരുന്നു ബിസി. ഇമോഷണലി ആരന്റെ നീഡ്സിനൊന്നും പ്രസന്റ് അല്ലായിരുന്നു. ഓക്കെ. അവന്റെ ഒരു മെയിൽ ഐഡന്റിറ്റി ബ്ലസ് ചെയ്യാനായിട്ട് ഇവിടെ അപ്പന്റെ ഒരു ആബ്സെൻസ്. ഓക്കെ. അപ്പോ ഇത് എലിസബത്ത് മോബർലി പറഞ്ഞൊരു കോട്ടാണ്, ഇൻ ഈച്ച് ബോയ് ഓർ ഗേൾ ലൈസ് ആൻ എമർജിംഗ് സെൻസ് ഓഫ് മെയിൽനെസ് ഓർ ഫീമെയിൽനെസ് ദാറ്റ് മസ്റ്റ് ബി ബ്ലെസ്ഡ് ആൻഡ് കോൾഡ് ഫോർത്ത് ബൈ എ ഹോൾ റിലേഷൻഷിപ്പ് വിത്ത് ദ സെയിം സെക്സ് പേരന്റ്. അപ്പൊ നമ്മളിപ്പോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ അകത്ത് ഒരു എമർജിംഗ് സെൻസ്, ഓക്കെ, ഒരു പൂർണ്ണമായിട്ടും ഡെവലപ്ഡ് അല്ല, ഒരു എമർജിംഗ് സെൻസ് ഓഫ് എ മെയിൽനെസ് ഓർ ഫീമെയിൽനെസ്, ഒരു ക്യാരക്ടർ ആ കുട്ടിയുടെ അകത്ത് ഇങ്ങനെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നേരത്ത് ആ പേരൻസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് കഴിഞ്ഞാല് ആ ഒരു ഐഡന്റിറ്റിയെ പൂർണ്ണമായിട്ടും ബ്ലെസ് ചെയ്യാം. ഐഡന്റിറ്റിനെ പൂർണ്ണമായിട്ടും ബ്ലെസ് ചെയ്യുമ്പോൾ മാത്രമേ ആ കുഞ്ഞ് ആ ഒരു പൂർണ്ണതയിലേക്ക് വളർന്നു വരത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു കുട്ടി സെയിം സെക്സ് പേരന്റിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്. നമ്മൾ ആരന്റെ കേസിൽ കണ്ടു, അതായത് അപ്പനിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുന്നു, സെയിം സെക്സ് ഫ്രണ്ട്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുന്നു.
ഓക്കെ. അപ്പോ ഇങ്ങനെ ഈ ഒരു ഡിറ്റാച്ച്മെന്റ് ഈ ഒരു ചൈൽഡ്ഹുഡിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോവാനുള്ള ഒരു പ്രൈമറി റൂട്ടാണ്. ഹോമോസെക്ഷുവാലിറ്റിയിൽ ഒരു കുട്ടി എൻഡപ്പ് ചെയ്യാനുള്ള ഒരു പ്രൈമറി റൂട്ടാണ്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സ് പേരന്റിനും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും രണ്ട് പേരന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഒരു സെയിം സെക്സ് പേരന്റ് ആണ്. ആ സെയിം സെക്സ് പേരന്റിന് ഒരു മേജർ റോൾ ആ കുട്ടിയുടെ ലൈഫിൽ പ്ലേ ചെയ്യാനുണ്ട്. കാരണം സെയിം സെക്സ് പേരന്റ് ആണ് മെയിൻലി ആ കുട്ടിയുടെ ഐഡന്റിറ്റിനെ ബ്ലെസ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ. ഇനിയാണ് ഓപ്പോസിറ്റ് സെക്സ് പേരന്റ്. ഓപ്പോസിറ്റ് സെക്സ് പേരന്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. അപ്പോ ഈ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഇടപഴകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നത് സെക്സ് പേരന്റ് ആണ്. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുട്ടി, ഒരു ഫാമിലിയിൽ ജനിച്ചിരിക്കുന്ന ഒരു കുട്ടി എപ്പോഴും കാണുന്നത് പേരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ്. അപ്പൊ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു മാരേജിലൂടെയാണ് ആ കുഞ്ഞ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് എന്താ കടന്നു വരുന്നൊരു ചിന്ത? മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭയങ്കര ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ. ആ കുട്ടിക്ക് എന്താ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒട്ടും സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ല. രണ്ടുപേരും മാരീഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഭയങ്കര അൺസേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ഇന്നിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പേര് മാരേജിനോട് റെഡി അല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഈ ഒരുപാട് പേര് മാരേജിനെ റിജക്ട് ചെയ്യുന്നത്? കാരണം നമുക്കൊരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ ഏതൊക്കെ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ കണ്ടിട്ടുള്ള മാരേജ്, ആ മാരേജ് ബ്യൂട്ടിഫുൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഒരു കുടുംബം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി, ആ കുട്ടി ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു മാരേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കുന്നു, ഞാൻ എന്തോരം അനുഭവിച്ചു, എന്റെ സിബ്ലിങ്സ് എന്തോരം അനുഭവിച്ചു എന്റെ അപ്പനും അമ്മയും ഉള്ളൊരു അബ്യൂസീവ് മാരേജ് കാരണം. ഇനി എന്തിനാണ് ഞാൻ ഇതുപോലെ ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് അവർ ചിന്തിക്കുക. ഓക്കെ. ആ ഒരു മാരേജിന്റെ ബ്യൂട്ടിയും ആ ഒരു സാക്രമെന്റിന്റെ ബ്യൂട്ടിയും ഒന്നും ആ ഒരു സമയത്ത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം they just don't want to get hurt anymore. ഓക്കെ. അതാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ. അപ്പൊ യൂഷ്വലി നമ്മളിപ്പോ മാരേജിൽ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ട്രെൻഡ് ആണ്, ഏതെങ്കിലും ഒരു പേരന്റ്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എടുക്കാം, ഈ ഒരു കേസിൽ ഒരു അമ്മ എന്താ ചെയ്യുന്നത്? ഇപ്പൊ കൊച്ചിന് ചിലപ്പോൾ 4-5 വയസ്സേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ 4-5 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് ഈ അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്, കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, പപ്പ ഉണ്ടല്ലോ, പപ്പ ശരിയല്ല, പപ്പ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത്, പപ്പ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്റെ ഫാമിലിയോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ട്, ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ട് പപ്പ ഒട്ടും നല്ലതല്ല, പപ്പ ചീത്തയാണ്. ഇങ്ങനെ ഒരു പേരന്റ് ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടീനോട് പറയുമ്പോൾ അവരവിടെ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ്. കാരണം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളൊരു 4 to 5 year old ഉള്ള ഒരു കുട്ടി, ദാറ്റ് ഇസ് എ ചൈൽഡ്. ഓക്കെ. ദ ചൈൽഡ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ചൈൽഡ്. നമ്മൾ ആ കുട്ടീനെ ഒരു കുട്ടിയായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. പകരം നമ്മളവിടെ എന്താ ചെയ്യുന്നത്, ആ കുട്ടീനെ നമ്മുടെ ഈ ഒരു അഡൾട്ട് വേൾഡ് ഓഫ് കോൺഫ്ലിക്റ്റ്, നമ്മുടെ ഈ അഡൾട്ട് വേൾഡിനാണല്ലോ ഒരുപാട് കോൺഫ്ലിക്ട്സും ഒരുപാട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആ ഒരു വേൾഡിലേക്ക് പ്രീമെച്വർ ആയിട്ട് ഒരു കുട്ടീനെ നമ്മളെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ. പക്ഷെ ഒരു കുട്ടിക്ക് ആ ഒരു പ്രായത്തില് ചൈൽഡ് ഷുഡ് ഗ്രോ അപ്പ് ആസ് എ ചൈൽഡ്. പക്ഷെ അതൊക്കെ മറന്ന് നമ്മൾ ആ ഒരു അഡൾട്ട് വേൾഡ് ഓഫ് കോൺഫ്ലിക്റ്റിലേക്ക് ആ കുട്ടീനെ പ്രീമെച്വർലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് ആ കുട്ടിയുടെ ഐഡന്റിറ്റിനെയും ആ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ്, ഓവറോൾ ഡെവലപ്മെന്റിനെ ഒരുപാട് എഫക്ട് ചെയ്യും. ഓക്കെ. അപ്പോ അൺഅഫേംഡ് ഇൻ ദിയർ ജെൻഡേഴ്സ്, അവരുടെ ജെൻഡറിനെ അഫേം ചെയ്യാതിരിക്കുമ്പോൾ, ബ്രോക്കൺ റിലേഷൻഷിപ്പ്, ഫോർ എക്സാമ്പിൾ ഡാമേജ്ഡ് മാരേജ്, ഓക്കെ, ഈ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു മാരേജിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് പറ്റി, നമ്മുടെ പെർസെപ്ഷൻ ഓഫ് മാരേജ് തന്നെ എഫക്റ്റഡ് ആകും. ഓക്കെ. പെർസെപ്ഷൻ ഓഫ് മാരേജ് എഫക്റ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ് അതൊട്ടും ഹെൽത്തി അല്ല എന്നുള്ളൊരു പെർസെപ്ഷൻ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു ഫൈനൽ പുഷ് ടു ഹോമോസെക്ഷുവാലിറ്റി ആണ്. ഇതിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് എൻഡപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഏറെയാണ്. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇവിടെ നമുക്കുള്ളൊരു കുട്ടിയാണ് കാരൻ. കാരന്റെ കേസിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരന്റെ അപ്പൻ വളരെ അബ്യൂസീവ് ആയിരുന്നു. അപ്പൊ എല്ലാ ദിവസവും കാരൻ നോക്കുമ്പോൾ കാരന്റെ അമ്മേനെ വന്ന് കാരന്റെ അപ്പൻ അടിക്കും. ഓക്കെ.
അപ്പൊ ഈ കെയറിന്റെ ഉള്ളിലേക്ക് വരുന്നൊരു പെർസെപ്ഷൻ ആണ് men are not safe. Okay, men are not safe and women are always downtrodden. ഓക്കെ, സ്ത്രീകൾ എപ്പോഴും അടിച്ചമർത്തപ്പെട്ട ആൾക്കാരാണ്. കാരണം അമ്മ തിരിച്ചൊന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അമ്മയെ അപ്പന്റെ അടി വാങ്ങിച്ചു കൂട്ടുന്നല്ലാണ്ട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ ക്യാരക്ടർ ഉള്ളിലേക്ക് വരുന്നൊരു കാര്യമാണ് ഒരു സ്ത്രീ ആയിരിക്കുക അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു 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 നേച്ചറാണ് നമ്മുടേത്. ഓക്കെ, ഇതൊരു കാര്യമാണ് ക്യാരക്ടർ ഉള്ളിലേക്ക് കയറി വരുന്നത്. ഓക്കെ, ഇത് കൂടാതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, കാരൻ ചെറുതായിരിക്കുമ്പോ കാരനെ ഒരു ഫോർ എക്സാമ്പിൾ കാരന്റെ ഒരു അങ്കിള് സെക്ഷുവലി അബ്യൂസ് ചെയ്തു. ഇപ്പൊ കാരനുള്ളിൽ എന്തായിരിക്കും വരുന്നത്? കാരന് ആണുങ്ങളോടുള്ള ഒരു ട്രസ്റ്റ് ഫാക്ടർ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവുകയാണ് അവിടെ. കാരന് ഫീൽ ചെയ്യാണ് മെൻ എന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ് അല്ല എന്നുള്ളൊരു കാര്യമാണ് കാരന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, അതുപോലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും വിക്ടിംസ് ആണ് എന്നുള്ളൊരു കാര്യമാണ് കാരന്റെ മനസ്സിലേക്ക് ഇംപ്രിന്റഡ് ആവുന്നത്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്, അതായത് ഇങ്ങനെ ഒരു ഹെട്രോസെക്ഷൽ സ്നേഹം, ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാൻ വുമൺ റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാരേജ് ആണോ ഈ കുട്ടി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുക? ഒരിക്കലും അല്ല. കാരണം ഇവിടെ ഉള്ളത് എപ്പോഴും അൺറിസോൾവ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ്, എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ ഒന്ന് പറയുന്നു, രണ്ടാമതിന് വഴക്കുണ്ടാവുന്നു, മിണ്ടാതിരിക്കുന്നു, പിന്നെ ഒരു കംപ്ലീറ്റ് സൈലൻസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കോൾഡ് വാർ ആണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഡിവോഴ്സ്. ഓക്കെ, അബ്യൂസ് ഇൻ മാരേജ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരു മാരേജ് ആണ് ഈ ഒരു കുട്ടി കാണുന്നെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കില്ല. ഓക്കെ, അപ്പോ ഹോമോസെക്ഷുവാലിറ്റിയിൽ എൻഡപ്പ് ചെയ്യാനുള്ള ചാൻസസ് എന്തൊക്കെയാണ്? ഒന്ന് പേരന്റൽ അബ്യൂസ്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആബ്സെൻസ് ഓഫ് പേരൻസ്. ഓക്കെ, ചിലപ്പോൾ ചില പേരൻസ് അബ്രോഡ് ആയിരിക്കാം, കുട്ടികളുടെ കൂടെ ആയിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കുട്ടിയുടെ ഇമോഷണൽ നീഡ്സ് ഒരുപാട് മീറ്റ് ചെയ്യേണ്ടപ്പെടേണ്ട ഏജ് ആണ് ഈ ഒരു ചെറിയ വയസ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫിസിക്കൽ ആബ്സെൻസ് കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് അപ്പന്റെ അമ്മയുടെ ആ ഒരു ഫിസിക്കൽ അഫെക്ഷൻ, അവരെ കെട്ടിപ്പിടിക്കണം, അവർക്ക് ഉമ്മ കൊടുക്കണം, ഇതൊക്കെ അവരുടെ ഫിസിക്കൽ നീഡ്സ് ആണ്. അതുപോലെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ പോലും ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനും ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനൊക്കെ പേരൻസ് അവൈലബിൾ ആയിരിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഇല്ലാതെ വരുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലവരുടെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ചിലപ്പോൾ പേരൻസ് രണ്ടുപേരും ചെറുപ്പത്തിലെ മരിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം കാരണം പേരന്റിന് ഒട്ടും അവൈലബിൾ ആയിരിക്കാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കിടപ്പ് രോഗിയാന്ന് വിചാരിക്കുക, ആ പേരന്റ് കുട്ടിക്ക് വേണ്ടി അവൈലബിൾ ആകാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒക്കെ കാര്യങ്ങൾ ആ കുട്ടിയുടെ ജെൻഡർ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഡിഫെൻസീവ് ഡിറ്റാച്ച്മെന്റ്. ഈ ഡിഫെൻസീവ് ഡിറ്റാച്ച്മെന്റ് ഒരു ഭയങ്കര ഒരു കുട്ടിയുടെ ജെൻഡർ ഐഡന്റിറ്റി ഒരുപാട് എഫക്ട് ചെയ്യാനും കേട്ട് കാരണമാകുന്ന ഒരു കാര്യമാണ് ഡിഫെൻസീവ് ഡിറ്റാച്ച്മെന്റ്. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കാരന്റെ കഥ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ കാരന്റെ കഥയിൽ നമ്മൾ പറഞ്ഞ എന്താണ്? കാരന്റെ അപ്പൻ വളരെ അബ്യൂസീവ് ആണ്. ഓക്കെ, അപ്പൊ കാരന്റെ അമ്മയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കാം നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. കാരന്റെ അമ്മ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം എപ്പോഴും ഈ അപ്പന്റെ അടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരന്റെ അമ്മ. അപ്പൊ ഷീ മസ്റ്റ് ബി വെരി ഡിസ്റ്റർബ്ഡ് ഇൻ ഹർ ഹാർട്ട്. ഓക്കെ, ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു അമ്മയുടെ അടുത്ത് കാരൻ സ്കൂളിൽ പോയിട്ട് വന്ന് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഓടി വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ അമ്മയ്ക്കൊന്നായിട്ട് ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ കാരൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ, വീട്ടിലിപ്പോ ഒരു ചെറിയ കുരുത്തൊക്കെ ഒളിപ്പിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് അമ്മ ചൂടാവുന്നു, ഭയങ്കരമായിട്ട് കാരനെടുത്ത് ദേഷ്യപ്പെടുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഈ അമ്മ ഈ ഒരു ഫയറിലൂടെയാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രശ്നങ്ങളാണ് വീട്ടില്. ഓക്കെ, അപ്പൊ അമ്മ എന്തെങ്കിലും ചെറുത് മതി അമ്മേനെ പ്രൊവോക്ക് ചെയ്യാൻ, ഭയങ്കരമായിട്ട് ചൂടാവാൻ. അപ്പൊ ഭയങ്കരമായിട്ട് ഹീറ്റഡ് അപ്പ് ആവുന്നു, ഭയങ്കരമായിട്ട് ചൂടാകുന്നു. അങ്ങനെ ഒരു നേച്ചറാണ് അമ്മയുടെ. ഓക്കെ, അപ്പൊ ഈ കുഞ്ഞ് എപ്പോഴും എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ചൂടാകുന്ന ഈ ഒരു അമ്മയുടെ അടുത്ത് ഈ കുഞ്ഞിന് ഇനി ഓപ്പൺ അപ്പ് ചെയ്യാൻ എപ്പോഴെങ്കിലും തോന്നുന്നു? ഇല്ല. ആ കുഞ്ഞിന് ഒരിക്കലും ഇനി അമ്മയുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവണമെന്നോ അമ്മയുടെ അടുത്ത് അറ്റാച്ച്ഡ് ആവണമെന്നോ ഒന്നും പറ്റില്ല ആ കുഞ്ഞിനെ കൊണ്ട്. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്റെ അമ്മയായിട്ട് അറ്റാച്ച്ഡ് ആവണം, എന്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടണം, എന്റെ അമ്മേനോട് എനിക്ക് പറയണം. അതുകൊണ്ടാണല്ലോ അവൾ ഇത്രയും വഴക്ക് കിട്ടിയിട്ടും വീണ്ടും വീണ്ടും അമ്മയുടെ അടുത്തോട്ട് പോകുന്നത്. പക്ഷെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ കൊച്ചു നിർത്തും. അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടി സ്റ്റോപ്പ് ചെയ്യും. ബിക്കോസ് നമുക്ക് എപ്പോഴും പെയിൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വീണ്ടും വീണ്ടും പോവാൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല. ഓക്കെ, അപ്പൊ ഈ അമ്മയുടെ അടുത്തുനിന്ന് എപ്പോഴും ഈ വഴക്ക് കിട്ടുന്നത് അവൾക്കൊട്ടും
അവൾക്ക് ഒട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നില്ല, അവൾക്ക് ഒട്ടും സ്നേഹമല്ല കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ കൊച്ചു പയ്യെ ആ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ കാരനും അങ്ങനെ എന്താ ചെയ്യുന്നത്? കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാരനും അമ്മയുടെ അടുത്ത് സ്നേഹത്തിന് വേണ്ടി പോകുന്നത് കാരൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരന്റെ ഉള്ളില് കാരൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും, എന്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നെങ്കിൽ. ഓക്കെ, അത് ചിലപ്പോ അവളുടെ ആ ഒരു പ്രായത്തിൽ അവളത് മനസ്സിലാക്കുന്നില്ലായിരിക്കും. പക്ഷെ അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് ഭയങ്കര ഒരു ഏർണിംഗ് ഉണ്ട്. എന്റെ അമ്മ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, ഞാൻ കുറച്ചുകൂടി കരുതൽ തന്നിരുന്നെങ്കിൽ, ഒരു ഭയങ്കര ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു 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 ആഗ്രഹം അവളുടെ ഉള്ളിലുണ്ട്. കാരണം അവളൊരു കുഞ്ഞാണ്. അവൾക്ക് സ്നേഹം കൊടുത്തത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അവളുടെ അമ്മയ്ക്കുണ്ട്. ഓക്കെ, അത് കൊടുക്കാത്തടത്തോളം കാലം അതൊരു ഹോളായിട്ട് അവളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്നേഹം ലഭിക്കാതെ പോയ ഒരു വോയിഡ് ആയിട്ട് അവളുടെ ഹൃദയത്തിൽ അത് ഫോം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഈ കാരൻ, നമുക്ക് ചിന്തിക്കാം, ഈ കാരൻ എന്താ പറ്റുന്നത്? കാരൻ കോളേജിൽ പോയി. കാരൻ കോളേജിലൊക്കെ എത്തി, വലിയ കുട്ടിയായി. കാരൻ കോളേജിൽ പോയി. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് കാരൻ ഒരു നല്ലൊരു റൂംമേറ്റിനെ കിട്ടുന്നു. ഈ റൂംമേറ്റ് കാരൻ എപ്പോഴും ശ്രദ്ധിക്കും, ഒരുപാട് കെയർ ചെയ്യും. കാരൻ ഫുഡൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എവിടെയെങ്കിലും പുറത്ത് പോയിരിക്കുകയാണെങ്കിൽ ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നു, ശ്രദ്ധിക്കുന്നു. അസുഖം വന്നതിന് ഒരുപാട് നന്നായിട്ട് സ്നേഹിക്കുന്നു. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? കാരന്റെ അമ്മ കാരന് കൊടുക്കേണ്ടിയിരുന്ന ഒരു ശ്രദ്ധ, ഒരു കരുതൽ, ഒരു സ്നേഹം ഇവിടെ അവളുടെ റൂംമേറ്റ്, ആ ഒരു ഫ്രണ്ട്, ഒരു ഗേൾ, ഓക്കെ, ഒരു ഗേൾ റൂംമേറ്റ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി ചെറുതായിരിക്കുമ്പോ ആ കുഞ്ഞിന്റെ ഉള്ളിൽ അമ്മയുടെ കിട്ടേണ്ട ഒരു സ്നേഹം അതൊരു വോയിഡായിട്ട് ഫോം ചെയ്യുന്നു. പക്ഷെ ആ കുട്ടി അഡോളസൻസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഡിസയർ സെക്ഷുവലൈസ്ഡ് ആവും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ കാരന് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്, അവൾക്ക് ഈ കുട്ടീനോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നി തുടങ്ങാനുള്ള ചാൻസസ് ഹൈ ആണ്. കാരണം അവൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹം, ആ ഒരു കരുതല്, അതൊരു ഫീമെയിലിൽ നിന്ന് തന്നെ വരണം. കാരണം അവൾക്ക് കിട്ടാതിരുന്നത്, അവളുടെ ഐഡന്റിറ്റി ബ്ലെസ് ചെയ്യേണ്ട അവളുടെ അമ്മയിൽ നിന്ന് അവൾക്ക് കിട്ടാതിരുന്ന ഒരു സ്നേഹം കാരണം അവൾക്ക് ഈ ഒരു ഫീമെയിലിനോട് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിന് വേറെ റീസൺ കൂടിയുണ്ട്. കാരണം അവളെ സെക്ഷലി അബ്യൂസ് ചെയ്തു അവള് ചെറുതായിരിക്കുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് അവൾക്ക് മെൻ ഹാർഷാണ്, മെന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല, അവരോടൊരു ഭയങ്കര ഒരു ഭയം അവളുടെ ഉള്ളുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ അവൾ ഹോമോസെക്ഷുവാലിറ്റിയിൽ എൻഡപ്പ് ചെയ്യാൻ, ഒരു ഹോമോസെക്ഷൽ അട്രാക്ഷനിൽ ജീവിച്ചു പോകാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലുതാകുമ്പോൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പെൺകുട്ടി വലുതായി വരുമ്പോഴത്തേക്കും അവൾ ഏതെങ്കിലും ഒരു ടൈമില് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവളുടെ ഒരു പേരന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ടച്ച് വഴിയായിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം വഴിയായിട്ടോ അതിൽ എവിടെയെങ്കിലും ഒരു ലസ്റ്റിന്റെ ഒരു അംശം അവൾക്കത് ഫീൽ ചെയ്യുവാണെങ്കിൽ അവൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ നേച്ചർ തോന്നാനുള്ള കാരണമുണ്ട്. കാരണം അവളെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യേണ്ടതും അവളെ ഏറ്റവും പ്യുവർ ആയിട്ട് നോക്കേണ്ടതും പ്യുവർ ആയിട്ട് ടച്ച് ചെയ്യേണ്ടതും അവളുടെ പേരന്റ് ആണ്, അവളുടെ അപ്പനാണ്. ഓക്കെ, പക്ഷെ അവിടെ നിന്ന് അവൾക്ക് കിട്ടുന്ന ആ ഒരു ടച്ച് അല്ലെങ്കിൽ ഒരു എന്താ ഒരു നോട്ടം അത് ലസ്റ്റ്ഫുൾ ആണെങ്കിൽ അവള് ഓപ്പോസിറ്റ് ജെൻഡർ മൊത്തം അവരുടെ നോട്ടവും അവര് കാണിക്കുന്ന സ്നേഹവും എല്ലാം ലെസ്ഫുൾ ആണെന്ന് ഇക്വേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം, അതായത് ഇപ്പോ നമ്മൾ ആദ്യം കേട്ട ഒരു കഥയായിരുന്നു ആരന്റെ ഒരു സ്റ്റോറി. ആരൻ അഡോളസൻസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരന്റെ ഉള്ളില് അവന്റെ ഫ്രണ്ട്സ് ആയിട്ടും അവന്റെ ബ്രദറായിട്ടും അവന്റെ അപ്പനുമായിട്ടും പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, നീ അഡിക്വേറ്റ് അല്ല, നീ നിന്റെ ജെൻഡറിൽ കംപ്ലീറ്റ് അല്ല ഒരു കള്ളമാണ് ഇവരൊക്കെ പല രീതികളായിട്ട് ആരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആരൻ ആരൻ Aaron badly wants to feel that he's complete in his gender. Okay, he wants to feel that he's a total man. അങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൻ എന്തായിരിക്കും ചെയ്യുക? ആരൻ വിൽ സ്റ്റാർട്ട് വാച്ചിങ് പൊണോഗ്രഫി. കാരണം പൊണോഗ്രഫി കാണുമ്പോൾ ആരൻ അവിടെ എന്താ കാണുന്നത്? ഒരു മെയിൽ വേറൊരു വ്യക്തിയുടെ മേലെ കംപ്ലീറ്റ്ലി ഡൊമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഡോമിനേഷൻ ആണ് ആരണം വേണ്ടത്. കാരണം ഞാനാണ്, ഐ ആം ഇൻ പവർ, ഐ ആം ദ റിയൽ മാൻ എന്നുള്ളൊരു ഡോമിനേഷൻ ഉള്ളൊരു കപ്പാസിറ്റി കിട്ടുമ്പോഴാണ് ആരൻ കടന്നു പോയിട്ടുള്ള ഒരു വൂൺസിൽ നിന്ന് അതൊരിക്കലും ആരന് ഹീൽ ചെയ്യില്ല. പക്ഷെ ആ വൂൺസ് കാരണം ഇങ്ങനെയായിരിക്കാം ആരൻ റെസ്പോണ്ട് ചെയ്യുന്നത്.
പക്ഷെ ഞാൻ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും, ആരന്റെ എക്സാമ്പിൾ ആയിക്കോട്ടെ, കാരന്റെ എക്സാമ്പിൾ ആയിക്കോട്ടെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ ഈ ഒരു അഡോളസെന്റ് അല്ലെങ്കിൽ ഒരു യൂത്ത് ഒരിക്കലും അവർക്ക് ഇങ്ങനെ തോന്നുന്നതിന്റെ റീസൺ അവരുടെ ഉള്ളിലുള്ള ഈ അൺസാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അൺമെറ്റ് ഡിസയർ ഫോർ ലവ് കാരണമാണ് അവർക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അവരൊരിക്കലും തിരിച്ചറിയുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹോമോസെക്ഷുവാലിറ്റി കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുടെ പുറകിൽ ഉള്ളത് ശരിക്കും ഒരുപാട് ദേഷ്യവും ഒരുപാട് വൂണ്ടഡും ഒരുപാട് സ്നേഹം കിട്ടാതെ പോയ ഒരുപാട് മുറിവേൽപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാണുള്ളത്. ബിഹൈൻഡ് ദറ്റ് ഷീൽഡ് ഓഫ് ദ ഹോമോസെക്ഷുവൽ ആ കുഞ്ഞിന്റെ പുറകില് ഇങ്ങനെയൊരു പാസ്റ്റ് ഉണ്ട്. അപ്പൊ അവര് ഹോമോസെക്ഷൽ ആകണം എന്ന് ആഗ്രഹിച്ചല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവരുടെ അൺമെറ്റ് ഡിസയേഴ്സ് ഇങ്ങനെയാണ് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് അബ്യൂസിന് എഫക്റ്റ് ഇൻ ഫീമെയിൽസ്. ഓക്കെ, ഫീമെയിൽസിൽ ഉണ്ടാകുന്ന പോകുന്ന എഫക്റ്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് മെയിൻ ആയിട്ട് ഡിസ്ട്രസ്റ്റ്. ഓക്കെ, മെൻ ഹാർഷ് ആണ്, കൺട്രോളിങ് ആണ്, ഓവർ പവറിങ് ആണ്. ഓക്കെ, ഫീമെയിൽസ് ആണ് എപ്പോഴും വിക്ടിംസ്. ഓക്കെ, ഒരു വുമന്റെ അടുത്താണ് കൂടുതൽ സേഫ്റ്റിയും സെക്യൂരിറ്റിയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെയൊക്കെയാണ് അവര് കൂടുതലും അതിന് ഇക്വേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. വേറാസ് ഒരു ആൺകൊച്ചാണ് സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂഷ്വലി ബോയ്സിനെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി, ഓക്കെ ഫീമെയിൽസ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മോസ്റ്റ്ലി അബ്യൂസ് ഇൻ ബോയ്സ് ഇസ് ഡൺ ബൈ മെൻ ഇറ്റ്സെൽഫ്. ആണുങ്ങൾ തന്നെയാണ് ആൺകുട്ടികളെ കുഞ്ഞുങ്ങളെ സെക്ഷലി യൂഷ്വലി അബ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഒരു പെൺകുട്ടി ചിന്തിക്കുന്ന പോലെയല്ല ഒരു ആൺകുട്ടി ചിന്തിക്കുന്നത്. ഓക്കെ, ഇതിനൊരു റീസൺ ഉണ്ട്. കാരണം യൂഷ്വലി ഒരു മെയിൽ ഒരു ആൺകുട്ടിയെ അബ്യൂസ് ചെയ്യുമ്പോൾ അവര് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇത് ഞാൻ സ്നേഹിക്കുന്ന ഒരു രീതിയാണ്, ഞാൻ നിന്നോട് സ്നേഹമാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളൊരു ട്വിസ്റ്റഡ് രീതിയിലാണ് അവരതിനെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു തോട്ടാണ് ഇത് ശരിക്കും ജെനുവിൻ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ലസ്ഫുൾ ആയിട്ട് ഒരാളോട് പെരുമാറുന്നതാണ് ശരിക്കും സ്നേഹം എന്നാണ് ആ കുട്ടി വിശ്വസിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ അവൻ ശരിക്കും ആ ഒരു അബ്യൂസറെ കുട്ടീനോട് കാണിക്കുന്ന ആ ഒരു തിന്മയെ തിരിച്ചറിയാതെ അത് ശരിക്കും ഒരു സ്നേഹമാണെന്ന് അവൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തു തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് തുടങ്ങിയാലുള്ളതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവർ ഇതിനു വേണ്ടി വീണ്ടും വീണ്ടും ക്രേവ് ചെയ്യും. അവർ കൂടുതലായിട്ട് ഈ ഒരു സെക്ഷൽ ലവിന് വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങും. അപ്പോ നമ്മൾ ശരിക്കും ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരാള്, ഒരു ഹോമോസെക്ഷാലിറ്റി കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാള്, അയാളെ ശരിക്കും അയാളുടെ ലെജിറ്റിമേറ്റ് നീഡ്, അതായത് അയാളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു നീഡ് തിരിച്ചറിയുമ്പോൾ അതിലൂടെയാണ് ആ ഒരു വ്യക്തിയുടെ ഹീലിംഗ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളൊക്കെ വിചാരിക്കും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാള് അയാൾക്കൊരു ഹീലിംഗ് ഉണ്ടോ, അതൊക്കെ തിരിച്ചു വരാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഉണ്ട്. ഹോമോസെക്ഷാലിറ്റിയുടെ കടന്നുപോയി ഹീലിംഗ് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ദർ ഇസ് എ വേ. കാരണം ഇത് നമ്മുടെ ഒരു അൺമെറ്റ് ഡിസയർ, നമുക്ക് കിട്ടാതെ പോയ ഒരു സ്നേഹം, പേരൻസിൽ നിന്ന് കിട്ടാതെ പോയ ഒരു സ്നേഹത്തിൽ നിന്നാണ് മോസ്റ്റ്ലി ഇത് ഉടലെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ വിഷമങ്ങളിലൂടെ കടന്നു പോയാലും, നമ്മൾ എന്തൊക്കെ വൂൺസിലൂടെ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നും ഈശോയുടെ സ്നേഹത്തിന് ഹീൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല. ഓക്കെ, നമ്മള് കർത്താവിന് നമ്മുടെ മേലെ ഒരു അധികാരം കൊടുത്ത് ആ ഒരു ഡെലിവറൻസിന്, കർത്താവിന് നമ്മളൊരു ഡെലിവറൻസിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് നമ്മുടെ വൂൺസിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്കുണ്ടായിട്ടുള്ള വൂൺസിൽ നിന്ന് എനിക്ക് മെയിൻ ആയിട്ട് ഹീലിംഗ് കിട്ടിയിട്ടുള്ള 2 മിനിസ്ട്രീസ് ആണ്. ഒന്ന് അൺബോൺ മിനിസ്ട്രി, ഒന്ന് ലിവിംഗ് വാട്ടേഴ്സ് മിനിസ്ട്രി. ഇപ്പൊ ലിവിംഗ് വാട്ടേഴ്സ് മിനിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവർ മോസ്റ്റ്ലി കേറ്റർ ചെയ്യുന്നത് സെക്ഷൽ വൂൺസിനോടാണ്, സെക്ഷൽ ബ്രോക്കൺനെസ്സും അതുപോലെ റിലേഷണൽ വൂൺസും. അതായത് നമ്മുടെ റിലേഷൻഷിപ്സ് നമുക്കുണ്ടായിട്ടുള്ള വൂൺസ്, മെയിൻലി പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിബ്ലിംഗ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ള വൂൺസ്, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള സെക്ഷൽ വൂൺസ്, നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെക്ഷൽ സ്ട്രഗിൾസ്, പോണോഗ്രഫി ആയിരിക്കാം, മാസ്റ്റർബേഷൻ ആയിരിക്കാം, സെക്ഷൽ അബ്യൂസിന്റെ വൂൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫിഡിലിറ്റി ഇൻ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോ ചിലപ്പോ എന്താണ് ജമ്പിങ് ഫ്രം വൺ റിലേഷൻഷിപ്പ് ടു നെക്സ്റ്റ് റിലേഷൻഷിപ്പ്, അതെന്ത് തന്നെയാവാം. നമുക്കുണ്ടായിട്ടുള്ള ഈ വൂൺസിൽ നിന്നൊക്കെ ഹീലിംഗ് കിട്ടാനായിട്ടുള്ള ഒരു മെയിൻ മിനിസ്ട്രിയാണ് ലിവിംഗ് വാട്ടേഴ്സ് മിനിസ്ട്രി. നെക്സ്റ്റ് ആണ് അൺബോൺ മിനിസ്ട്രി. അൺബോൺ മിനിസ്ട്രി കുറെ കൂടി ജനറിക് ആണ്. ജനറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാത്തരം വൂൺസും, നമ്മുടെ ഫിയർ ആയിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, സെക്ഷൽ വൂൺസ് ആയിരിക്കാം, എല്ലാത്തിനും നിന്ന് ഹീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന
വേറൊരു മിനിസ്ട്രിയാണ് അൺബൗണ്ട് മിനിസ്ട്രി. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം അൺബൗണ്ട് മിനിസ്ട്രിയുടെ സ്റ്റഡി ഗ്രൂപ്പ്സ് ഒക്കെ ഓൺലൈൻ നടക്കാറുണ്ട്. സ്റ്റഡി ഗ്രൂപ്പ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺബോൺ പ്രെയർ കിട്ടും, അൺബോൺ പ്രെയർ സെഷൻ കിട്ടും. അതിലൂടെയാണ് നമുക്ക് ഹീലിംഗ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അൺബൗണ്ട് പ്രെയർ കിട്ടുക എന്നുള്ള വഴികൾ പറഞ്ഞു തരാം. ലിവിങ് വാട്ടേഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ ഇപ്പൊ ഇന്ത്യയിൽ പ്രസന്റ്ലി അതിനുള്ള ചാൻസസ് ഇല്ല, മേ ബി നെക്സ്റ്റ് ഇയറേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, പക്ഷെ അവരുടെ തന്നെ ലിവിങ് വാട്ടേഴ്സിന്റെ തന്നെ ഒരു ഷോർട്ടർ മോഡ്യൂൾ ഉണ്ട്. അതിന്റെ പേര് ക്രോസ് കറന്റ് എന്നാണ്. അത് ഓൺലൈൻ അവൈലബിൾ ആണ്. ക്രോസ് കറന്റ് അറ്റൻഡ് ചെയ്യുന്നതും നല്ലതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ അതാണ് ഇന്നത്തെ സെഷൻ. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ആൾ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? നമ്മള് ഓക്കെ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. നമ്മളെ ഈ കുഞ്ഞുങ്ങളെ ആ നമ്മള് വളർത്തുമ്പോഴേ വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളെ അടിച്ചു വളർത്തണം എന്നും പറയുന്നുണ്ട്. നമ്മള് ഓക്കെ കരുതൽ കൊടുക്കണം എന്നും പറയുന്നുണ്ട്. അപ്പം കൂടുതൽ ഓവർ കെയറിങ് ആയി പോയ അവര് ഇതായിപ്പോവും. കൂടുതൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേര് ഭയങ്കര എന്താ പറയാ ഇൻട്രോവേർട്ട് ആയി പോകും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതിനൊന്ന് പറയാമോ? എന്നുവെച്ചാൽ എത്രമാത്രം നമ്മൾ സ്നേഹം കൊടുക്കണം, എത്രമാത്രം നമ്മൾ ശിക്ഷ നമ്മൾ കൊടുക്കണം, ആ ഒരു മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുഞ്ഞുങ്ങളില്ല ഇപ്പോ. പക്ഷെ ഞാനൊരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഡെയിലി കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഡീൽ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മോസ്റ്റ്ലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുമാണ്. നോർമൽ കുട്ടികളെക്കാളും കുറച്ചും കൂടി പാടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു റൂൾ ഉണ്ട്, നമുക്ക് ഈ കുട്ടികളെ തൊടാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരൊരിക്കലും അടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നമ്മളിവരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വേ. ഓക്കെ, അപ്പൊ ഞാൻ ചില കപ്പിൾസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതായത് ഫസ്റ്റ് കുട്ടിയായിരിക്കും ഏറ്റവും വൂണ്ടഡ് ചൈൽഡ് എന്ന്. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, ഫസ്റ്റ് കുട്ടികളെ ആയിരിക്കും നമ്മൾ ഏറ്റവും വേർസ്റ്റ് പേരന്റിങ് ചെയ്തിട്ടുണ്ടാവുക. കാരണം വി ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദാറ്റ് ചൈൽഡ്. ഓക്കെ, ബട്ട് വിത്ത് എക്സ്പീരിയൻസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി ലേൺ ഈവൻ വിത്തൗട്ട് ഒരുപാട് ഫിസിക്കലി നമ്മൾ അവരെ ശിക്ഷിക്കാതെയും എങ്ങനെ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കും വിത്ത് എക്സ്പീരിയൻസ് നമുക്കും മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മള് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറി ദാറ്റ് വി നീഡ് ടു കറക്റ്റ് ചൈൽഡ് ഓൺലി ബൈ ബീറ്റിംഗ്. ഓക്കെ, എപ്പോഴും അടിച്ച് തന്നെ കറക്റ്റ് ചെയ്യണമെന്നില്ല. അത് നമ്മൾ കാണിക്കുന്ന ഇപ്പൊ ഞാനിപ്പോ എന്റെ സെഷൻസിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആദ്യം അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കും അടിക്കാന്നല്ലാണ്ട് വേറൊരു വഴിയില്ല ഇവരെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ അവരോടൊരു അപ്രോച്ച്, ഓക്കെ, അത് അവർക്ക് അറിയാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാട്ട് തിങ്സ് ക്യാൻ ഇറിറ്റേറ്റ് അസ് ആൻഡ് വാട്ട് തിങ്സ് ആർ ഫൈൻ വിത്ത് അസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു വോയിസ് മോഡുലേഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനൊരു നെഗറ്റീവ് റീഇൻഫോഴ്സേഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും, ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവർ പറയാണ്, അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഇന്ന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മേ ബി ഇന്നത്തെ TV ടൈം ക്യാൻസൽ ചെയ്യുമായിരിക്കും. ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ പറയാണ്, ഫോർ എക്സാമ്പിൾ ഇനി നിന്നെ ഒരിക്കലും TV കാണിക്കില്ല, അതൊരു ത്രെറ്റ് ആണ്. അത് ഞാൻ കൊച്ചിന് കൊടുക്കുന്ന ഒരു ത്രെറ്റ് ആണ്, ഒരിക്കലും ഞാൻ TV കാണിക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ TV ടൈം നമ്മൾ കട്ട് ചെയ്യുമായിരിക്കും. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്കും അവർക്കറിയാം ഇത് കുറച്ചും കൂടി, ഇത് ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഐ കീപ് ലൂസിങ് മൈ TV ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് റീഇൻഫോഴ്സേഴ്സ് കൊടുത്തിട്ടും നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് എല്ലാ പ്രാവശ്യം നമ്മൾ അടിച്ച് തന്നെ അവരെ കറക്റ്റ് ചെയ്യണം. ക്വസ്റ്റൻ ആണ്, ഹൗ ക്യാൻ വി പേരൻസ് ഗീവ് അഫെക്ഷൻ ടു എ ചൈൽഡ് ഇഫ് ബോത്ത് ആർ വർക്കിംഗ് ഇൻ എബ്രോഡ്? വൺ പേരന്റ് ഇസ് എ പേഷ്യൻസ്, ഓൺലി വൺ ക്യാൻ ഏൺ. ഓക്കെ, സോ എനിക്ക് ഇവിടുത്തെ സിനാരിയോ സത്യം പറഞ്ഞ കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. നമ്മൾ എബ്രോഡ് പോയി നിൽക്കാനുള്ള ഒരു റീസൺ എനിക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അവൈലബിൾ ആവേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രായത്തിലും അവൈലബിൾ ആവേണ്ടതാണ്. പക്ഷെ ഒരു പേരന്റ് കുട്ടിയുടെ അടുത്ത് ഫിസിക്കലി പ്രസന്റ് ആവുന്നത് പോലെ ഒരിക്കലും നമുക്ക് എബ്രോഡ് പോയാൽ പ്രസന്റ് ആവാൻ പറ്റില്ല. അതൊരു സാഡ് റിയാലിറ്റി ആണ്. പക്ഷെ ദാറ്റ്സ് ഓൺലി വേ ഹൗ വി ക്യാൻ ഗിവ് ദം ഫിസിക്കലി ലവ് ദം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ എബ്രോഡ് പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ
കുറെ നാള് കുട്ടികൾ പിരിഞ്ഞു നിൽക്കുന്ന അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ടേക്ക് സച്ച് ഡിസിഷൻസ് ഇൻ പ്രയർ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നാട്ടിൽ നിൽക്കുകയാണ്, എനിക്ക് ഇത്രയും വരുമാനം ഉണ്ട്, എന്റെ ഭാര്യയും ഇത്രയും ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ എബ്രോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഐ വിൽ ബി ഏബിൾ ടു ഓഫർ ദ ബെസ്റ്റ് ടു മൈ ചൈൽഡ്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫർ ചെയ്യാൻ പറ്റുമായിരിക്കും, ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുമായിരിക്കും, മേ ബി ഏറ്റവും ബെസ്റ്റ് നല്ല ഡ്രസ്സ് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഒരു പേരന്റ് ആ കുട്ടിയുടെ കൂടെ ഫിസിക്കലി പ്രസന്റ് ആയി ആ കൊച്ചിന് കൊടുക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ അത്രയും ഒരിക്കലും വരത്തില്ല. ഓക്കെ, പക്ഷെ എനിക്ക് അറിയില്ല വാട്ട് ഇസ് ദ റീസൺ വൈ യു ആർ എബ്രോഡ്. ഓക്കെ, ഫോർ സം റീസൺസ് ഇഫ് യു ഹാവ് ടു ബി എബ്രോഡ്, ഇങ്ങനെയാണെങ്കിലും പ്ലീസ് മേക്ക് സച്ച് ഡിസിഷൻസ് ഇൻ പ്രയർ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റുന്നത് മേ ബി ബീങ് പ്രസന്റ് ഫോർ ദ ചൈൽഡ്. എപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി ടൈമിനേക്കാളും ക്വാളിറ്റി ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോ കൊച്ചിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും വാട്ട് തിങ്സ് ആർ വി ഡിസ്കസിങ്, നമ്മൾ കൊച്ചിന്റെ ഇമോഷണൽ നീഡ്സ് കറക്റ്റ്ലി മീറ്റ് ചെയ്യുന്നുണ്ടോ, അവന്റെ പ്രശ്നങ്ങൾ അവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ പ്രശ്നം ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഫ്രീക്വന്റ് കോണ്ടാക്ട് ഉണ്ടാവണം. കൊച്ചിന് നമ്മുടെ അടുത്ത് സേഫ് ആയിട്ട് ഫീൽ ചെയ്യണം. കൊച്ചു നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പോ കൊച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുവാണെങ്കിലും നമ്മുടെ റെസ്പോൺസ് തീരുമാനിക്കും നെക്സ്റ്റ് ടൈം കൊച്ചു അതേ കാര്യം വന്ന് നമ്മുടെ അടുത്ത് പറയോ. ഇഫ് ഹി ഡസ് ഇറ്റ് അഗെയിൻ വിൽ ഹി കം ആൻഡ് ടെൽ us or not. ഓക്കെ, അപ്പൊ ആ ഒരു സേഫ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോ ദർ ആർ നോ ചാൻസസ് ഫോർ യു ടു കം ഡൗൺ ആണെങ്കിൽ ഫ്രീക്വന്റ് വീഡിയോ കോൾസ് അതൊക്കെയാണ് അഡ്വൈസബിൾ. ബട്ട് ഐ വുഡ് അഗെയിൻ സേ ഒരിക്കലും അതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആവുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ബി ഫിസിക്കലി പ്രസന്റ് ഫോർ ദ ചൈൽഡ്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റിൽ അൺമാരിഡ്, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് മാരേജ് ആൻഡ് സെക്സ് റിലേറ്റഡ് തിങ്സ്. ഹൗ ക്യാൻ ഐ സെർച്ച് ഫോർ എ ഗോഡ് സെന്റേർഡ് മാരേജ് ലൈഫ് ആൻഡ് ഹൗ ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ് എ മാരേജ് പ്രപ്പോസൽ. ഓക്കെ, അപ്പോ വെൻ യു സ്റ്റാർട്ട് ഡിസേണിങ് അബൌട്ട് ഇറ്റ്, നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരുപാട് ഇപ്പൊ ജിസ് യൂത്തിലാണെങ്കിൽ നമുക്ക് ഒരു ചോയ്സ് എന്ന് പറഞ്ഞൊരു ഇത് വരാറുണ്ട്. അതായത് നമ്മൾ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർ ഹു ആർ ഡിസേണിങ് ഫോർ മാരേജ് അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഇതാണ് ചോയ്സ്. ഓക്കെ, ഒരു പ്രോഗ്രാം ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഇപ്പൊ നമ്മൾ ഡോക്ടർ മാമന്റെ ഒരു സെക്ഷൽ മൊറാലിറ്റിയുടെ സെഷൻ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ലേ ഡോക്ടർ മാമന്റെ. ഓക്കെ, അപ്പൊ അതുപോലെ മാരേജ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഡോക്ടർ മാമന്റെ സെഷൻസ് ഒക്കെ വരുമ്പോൾ കേൾക്കുന്നതും അതുപോലെ അങ്ങനത്തെ ഏതെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അത് കൂടുന്നത് നന്നായിരിക്കും. How can I search for a God-centered married life is about start preparing in prayer. നമുക്ക് വേണ്ടി നമ്മൾ കഴിക്കാൻ പോകുന്ന വിവാഹത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചൊരുങ്ങുക ഈ ഒരു സമയത്ത്. ഇപ്പൊ നമുക്ക് പ്രപ്പോസൽസ് കിട്ടുമ്പോൾ സംസാരിച്ച് നോക്കുക. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ബിലീവ് ഇൻ, വാട്ട് യു കൺസിഡർ ആസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് വാട്ട് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ് പേഴ്സൺസ് ലൈഫ്. ഓക്കെ, അപ്പൊ നമ്മൾ തമ്മിൽ ഒരു സിങ്കിൽ ആണോ, നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഇൻ പ്ലേസ് ആണോ എന്ന് നോക്കുക. ഓക്കെ, another thing is you can also go through a process of discernment. Discernment is where you can approach maybe maybe an elder or ഇപ്പൊ നമ്മളൊരു സ്പിരിച്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എൽഡർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരാള്, അല്ലെങ്കിൽ നമുക്കൊരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു നൺ, അങ്ങനെ ആരെങ്കിലും നമ്മളെ ഒരു ഡിസേൺമെന്റിലൂടെ കടന്നു പോകുന്നത് നല്ലതായിരിക്കാം. നമുക്ക് ഈ ഒരു മാരേജുമായിട്ട് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു വിവാഹത്തിൽ മുന്നോട്ട് കടന്നു പോകുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. And talking to this person is very important. It's not all about prayer. നമുക്ക് ദൈവം കുറച്ച് വിസ്ഡം ഒക്കെ തന്നിരിക്കുന്നത് ഇത്തരം ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും റെഡ് സിഗ്നൽസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ നോട്ട് ടു ഗോ ഫോർവേഡ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് നല്ലൊരു കാത്തലിക് ആയിട്ടുള്ള ഒരു മാരേജ് ആണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ മറ്റേ അപ്പുറത്തുള്ള വ്യക്തി വന്ന് പറയുകയാണ് ഇല്ല എനിക്ക് കോൺട്രസെപ്ഷൻ ആണ്, ഐ എം ഫോർ കോൺട്രസെപ്ഷൻ, മേ ബി എനിക്ക് ആദ്യത്തെ ഒരു 2-3 വർഷത്തേക്ക് എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, എനിക്ക് കോൺട്രസെപ്ഷനെ പറ്റുള്ളൂ എന്ന് ഇത്രയും ക്ലിയർ ആയിട്ട് ഒരു വ്യക്തി പറഞ്ഞിട്ടും ഇല്ല കർത്താവ് ഇതിന് വഴിയുണ്ടാക്കുമെന്ന് പറയുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത്രയും റെഡ് സിഗ്നൽസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ഡ്രോപ്പ് ദാറ്റ് ആൻഡ് മൂവ് ഫോർവേഡ് വിത്ത് അനദർ പ്രപ്പോസൽ. അപ്പൊ അങ്ങനെ കുറച്ച് വിവേകം യൂസ് ചെയ്യുക, ഒരു ഡിസേൺമെന്റിലൂടെ കടന്നു പോകാം. പിന്നെ ഇതുപോലെയുള്ള സെഷൻസ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. I think all this will help you.